ഓം നമ ശിവായ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. മക്കൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെസൺ 4 കർണകാമിത്ര പ്രേമാണ് പഠിച്ചത് അല്ലേ? അതിൽ ആദ്യത്തെ എത്ര ലൈൻസ് പഠിച്ചു? हे कृष्ण ज़रा यह भी सुनिए, सच है कि झूठ मन में गुनिए, धूलों में था मैं पड़ा हुआ, किसका स्नेह पा बड़ा हुआ, किसने मुझको सम्मान दिया, नृपदा दे महिमावान किया, हे ऋणी कर्ण का रोम रोम, जानते सत्य यह सूर्य सोम, तन मन धन दुर्योधन का है, यह जीवन दुर्योधन का है, सुरपुर से भी मुख मोड़ूंगा केशव, मैं उसे न छोड़ूंगा. ഇത്രയാണ് മക്കൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ഹേ കൃഷ്ണ സറാ യഹ് ഭീ സുനിയേ. അപ്പോൾ ഇവിടെ കർണൻ കൃഷ്ണനോട് പറയുന്നതാണ് അല്ലേ? മുഴുവൻ കാര്യങ്ങളും കർണൻ കൃഷ്ണനോട് പറയുന്നതാണ് ഈ കവിതാ രൂപത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മക്കൾ നന്നായി ശ്രദ്ധിക്കുക. ഹേ കൃഷ്ണ സറാ യഹ് ബി സുനിയേ, അല്ലയോ കൃഷ്ണ ഞാൻ പറയുന്നത് കൂടെ കേട്ടാലും എന്ന് പറഞ്ഞ് കർണൻ കൃഷ്ണനോട് തൻ്റെ കാര്യം, തൻ്റെ ഭാഗത്തുള്ള ന്യായങ്ങൾ നിരത്തുകയാണ് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ വെറും പൊടി പടലത്തിൽ കിടന്നാണ് വളർന്നത്. രാജകൊട്ടാരത്തിൽ ജനിക്കേണ്ട ഞാൻ അല്ലേ, വളരെ പാവപ്പെട്ട ഒരു സൂതൻ്റെ വീട്ടിലാണ് ജനിച്ചത്. സൂതപുത്രനായിട്ടാണ് ജനിച്ചത്. എന്നിട്ടും എന്താണ്, എനിക്കാരുടെയും സ്നേഹം കിട്ടിയില്ല. സ്വന്തം മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അല്ലെങ്കിൽ സഹോദരന്മാരുടെയോ സ്നേഹം കിട്ടിയില്ല എന്നാണ് കർണൻ പറയുന്നത്. എനിക്ക് ഒരേ ഒരാളുടെ അടുത്തു നിന്ന് മാത്രമേ സഹായം കിട്ടിയിട്ടുള്ളൂ, അത് ദുര്യോധനാണ്. അതുകൊണ്ട് ആ മിത്രത്തെ എനിക്കൊരിക്കലും തന്നെ മറക്കാൻ പറ്റില്ല. നിങ്ങൾ സ്വർഗലോകം തന്നാൽ പോലും ഞാനത് തിരസ്കരിക്കും. കാരണം അതിനേക്കാളും എത്രയോ ഉപരിയാണ് എനിക്ക് കർണൻ എന്നാണ്, എനിക്ക് ദുര്യോധനൻ എന്നാണ് കർണൻ ശ്രീകൃഷ്ണനോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ലൈൻ എന്താണെന്ന് നോക്കാം. ഹാരണി അത് പറഞ്ഞതാണ് അല്ലേ? ജിസ് നർ കി ബാഹ് ഗഹി മേനെ, ജിസ് തരു കി ചാഹ് ഗഹി മേനെ, ഉസ് पर नवार चलने दूंगा, कैसे कुठार चलने दूंगा, जीते जी उसे बचाऊंगा, या आप സ്വയം कट जाऊंगा. കർണൻ പറയാണ്, ജിസ് നർ കി ബാഹ് ഗഹി മേനെ, ഏതൊരു മനുഷ്യൻ്റെ, ഏതൊരു പുരുഷൻ്റെ കൈയാണോ ഞാൻ പിടിച്ചത് എന്ന് പറഞ്ഞാൽ ഏതൊരു പുരുഷനോടാണോ ഞാൻ സൗഹൃദം സ്ഥാപിച്ചത്. കൈ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്താണ്? ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ആരുടെ ആശ്രയത്തിലാണോ ഞാൻ നിന്നത് എന്നാണ്. ഓക്കെ, ബാഹുഗഹിന എന്ന് പറഞ്ഞാൽ ആശ്രിത് ഹോന, ആശ്രയ ദാത എന്ന് പറയും. ജിസ് നരുക്കി ബാഹ് ഗഹി മേനെ, ഏതൊരു മനുഷ്യൻ്റെ ആശ്രയമാണോ ഞാൻ എടുത്തത്. ഗഹി മേനെ, ജിസ് തരു കി ഛാഹ് ഗഹി മേനെ, ഏതൊരു വൃക്ഷത്തിൻ്റെ തണലാണോ ഞാൻ ആഗ്രഹിച്ചത് അല്ലേ? ജിസ് തരു കി ഛാഹ് ഗഹി മേനെ, ഛാഹ് എന്ന് പറഞ്ഞാൽ ഛായ, നിഴൽ, ഷെയ്ഡ്. ഓക്കെ, അപ്പോൾ വലിയ തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് എന്തിനാ? മറ്റുള്ളവർക്ക്, എല്ലാ ജീവജാലങ്ങൾക്കും അല്ലേ, എല്ലാ ജീവജാലങ്ങൾക്കും തണലേകാനും കായ്കനികളേകാനും ഒക്കെ. അപ്പോൾ ഇവിടെ ജിസ് തരു കി ചാഹ് ഗഹി മേനെ, ഇവിടെ തരു എന്ന് പറയുന്നത് വൃക്ഷം എന്ന് പറയുന്നത് ദുര്യോധനനെ പറ്റിയാണ്. ജിസ് തരു കി ചാഹ് ഗഹി മേനെ, ഏതൊരു വൃക്ഷത്തിൻ്റെ തണലാണോ ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞാൽ ഏതൊരു സുഹൃത്തിനെയാണോ ഞാൻ സ്വീകരിച്ചത്.
ഉസ് പർ ന വാർ ചൽനേ ദൂങ്ക, ആ വൃക്ഷമാകുന്ന മിത്രത്തെ വെട്ടിമുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലേ? ആ മിത്രമാകുന്ന വൃക്ഷത്തെ വെട്ടിമുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദുര്യോധനനുമായുള്ള സൗഹൃദം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതൊരു സാഹിത്യ രൂപത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ജിസ് തരൂ കി ചാഹ് ഗഹി മൈനെ, ഏതൊരു വൃക്ഷത്തിൻ്റെ തണലാണോ ഞാൻ ആഗ്രഹിച്ച് ഞാൻ നേടിയത്, ഉസ് പർ ന വാർ ചൽനേ ദൂങ്ക, അതിനെ ആ മരത്തെ വെട്ടാനായിട്ട്, വാർ എന്ന് പറഞ്ഞാൽ അതിനെ വെട്ടി നശിപ്പിക്കുക, അല്ലേ? ഉസ് പർ ന വാർ ചൽനേ ദൂങ്ക, അവിടെ തൽവാർ എന്നുള്ള അർത്ഥമാണ്. വാർ എന്ന് പറഞ്ഞാൽ തൽവാർ, ആ വാള്, അത് എടുത്തുകൊണ്ട് ആ വൃക്ഷത്തെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. പിന്നെയോ കൈസേ കുഠാർ ചൽനേ ദൂങ്ക, ഞാൻ എങ്ങനെ കുഠാർ എന്ന് പറഞ്ഞാൽ ആയുധം എന്നുള്ള അർത്ഥമാണ്, കുൽഹാടി ആക്സ്. അപ്പോൾ കൈസേ കുഠാർ ചൽനേ ദൂങ്ക, എങ്ങനെ ഞാൻ ആ സൗഹൃദം ഇല്ലാതാക്കും എന്നാണ് ദുര്യോധനെ പറ്റി കർണൻ കൃഷ്ണനോട് പറയുന്നത്, അല്ലേ? അപ്പോൾ കൈസേ കുഠാർ ചൽനേ ദൂങ്ക ജീതേ ജി ഉസേ ബച്ചാവുങ്ക, പിന്നെയോ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ രക്ഷിക്കുക മാത്രമേ ചെയ്യൂ, അല്ലാതെ അദ്ദേഹത്തിനെതിരായിട്ട് ഞാൻ ഒരിക്കലും തന്നെ യുദ്ധം ചെയ്യില്ല. ജീതേ ജി ഉസേ ബച്ചാവുങ്ക, ജീവിച്ചിരിക്കുമ്പോൾ, ജീതേ ജി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്നും ചെയ്യില്ല, അല്ലേ? ഉസേ ബച്ചാവുങ്ക, രക്ഷിക്കുക മാത്രമേ ചെയ്യൂ. അദ്ദേഹത്തെ ആരെങ്കിലും ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ മാക്സിമം അദ്ദേഹത്തിൻ്റെ രക്ഷ മാത്രമേ ഞാൻ കാണുകയുള്ളൂ. യാ ആപ് സ്വയം കട്ട് ജാവുങ്ക, അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ, എൻ്റെ പ്രിയ സുഹൃത്തായ ദുര്യോധനനെ എനിക്ക് രക്ഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നാണ് കർണൻ പറയുന്നത്. യാ ആപ്പ് സ്വയം കട്ട് ജാവുങ്ക, ആപ്പ് സ്വയം എന്ന് പറഞ്ഞാൽ, ആപ്പ് എന്ന് പറഞ്ഞാൽ അപ്പനെ എന്നുള്ള അർത്ഥമാണ്. അങ്ങനെയല്ലെങ്കിൽ എനിക്കെൻ്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ സ്വയം കട്ട് ജാവുങ്ക, സ്വയം ഞാൻ ആത്മഹത്യ ചെയ്യും, സ്വയം എൻ്റെ തല വെട്ടി ഞാൻ മരിക്കാൻ പോലും തയ്യാറാണ്. അപ്പോൾ സുഹൃത്തിന് വേണ്ടി ജീവൻ വെടിയാൻ പോലും ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു സൗഹൃദം ഉപേക്ഷിച്ച് കൂടെ വരണമെന്ന് ആവശ്യപ്പെടരുത് എന്നാണ് കർണൻ കൃഷ്ണനോട് പറയുന്നത്. ഓക്കെ. ജിസ് നർ കി ബാഹ് ഗഹി മൈനെ ജിസ് തരൂ കി ചാഹ് ഗഹി മൈനെ, അവിടെയൊക്കെ സാഹിത്യരൂപത്തിൽ പറയാണ്, ഏതൊരു മനുഷ്യൻ്റെ കൈയാണോ ഞാൻ പിടിച്ചത് എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനെ ആണോ ഞാൻ ഏതൊരു മനുഷ്യനെയാണോ ഞാൻ ആശ്രയിച്ചത്, ജിസ് തരൂ കി ചാഹ് ഗഹി മൈനെ, ഏതൊരു വൃക്ഷത്തിൻ്റെ തണലാണോ ഞാൻ ആഗ്രഹിച്ചത്, ഉസ് പർ ന വാർ ചൽനേ ദൂങ്ക, ആ മരത്തെ വെട്ടി നശിപ്പിക്കാൻ അല്ലെങ്കിൽ ആ സൗഹൃദത്തെ ഇല്ലാതാക്കാൻ ഞാൻ ഒരിക്കലും തന്നെ തയ്യാറല്ല. ഉസ് പർ ന വാർ ചൽനേ ദൂങ്ക കൈസേ കുഠാർ ചൽനേ ദൂങ്ക, ഞാൻ എങ്ങനെ കുഠാർ യാ കുൽഹാടി ആക്സസ്, അല്ലേ? എങ്ങനെ ഞാൻ ആ ആയുധം എടുക്കും, പ്രയോഗിക്കും എന്നാണ് കർണൻ ചോദിക്കുന്നത്. പിന്നെയോ ഉസ് പർ ന വാർ ചൽനേ ദൂങ്ക കൈസേ കുഠാർ ചൽനേ ദൂങ്ക ജീതേ ജി ഉസേ ബച്ചാവുങ്ക, അവിടെയാണ് അതിൻ്റെ ആൻസർ. ജീതേ ജി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ, ജീതേ ജി ഉസേ ബച്ചാവുങ്ക, ജീവിച്ചിരിക്കുമ്പോൾ അവനെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിക്കും. എന്നിട്ടോ യാ ആപ്പ് സ്വയം കട്ട് ജാവുങ്ക, ഇനി എനിക്ക് ഒരു പക്ഷേ അവനെ രക്ഷിക്കാൻ സാധിച്ചില്ല എങ്കിൽ സ്വയം കട്ട് ജാവുങ്ക, ഞാൻ സ്വയം ആത്മഹത്യ ചെയ്യും എന്നാണ് കർണൻ കൃഷ്ണനോട് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 33. मित्रदा बड़ा अनमोल रतन, कब इसे तौल सकता है धन, धरती की तो है क्या बिसात, आ जाए अगर वैकुंठ हाथ, उसको भी न्योछावर कर दूं, गुरुपति के चरणों पर धर दूं.
വീണ്ടും കർണൻ എന്താണ് കൃഷ്ണനോട് പറയുന്നത്? മിത്രത ബഡാ അനമോലരത്തന് എന്ന് പറഞ്ഞാൽ മിത്രത, സൗഹൃദം എന്ന് പറയുന്നത് വലിയ രത്നം, അൻമോൽ എന്ന് പറഞ്ഞാൽ വില പിടിച്ച വാല്യബിളായ രത്നത്തിന് തുല്യമാണ്. സൗഹൃദമാണ് ഏറ്റവും വലുത് അല്ലേ എന്നാണ് കർണൻ പറയുന്നത്. മക്കൾക്കും അങ്ങനെ തന്നെയാണ് തോന്നാറ് എന്നാണ് മിസ്സിൻ്റെ ആ ഒരു വിചാരം. കാരണം എന്താണ്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആ ഒരു സ്നേഹം അത് നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമാണ് അല്ലേ. അപ്പോൾ മിത്രത ബഡാ അനമോലരത്തന്, അങ്ങനെയാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. മിത്രത എന്ന് പറയുന്നത്, മൈത്രി അല്ലെങ്കിൽ സൗഹൃദം എന്ന് പറയുന്നത് ഒരു അമൂല്യരത്നം പോലെയാണ്. കബ് ഇസേ തൗൽ സക്താ ഹേ ധന്, അത് ധനവുമായി ഒരിക്കലും തന്നെ താരതമ്യം ചെയ്യാൻ പറ്റില്ല അല്ലേ. തൗൽന എന്ന് പറഞ്ഞാൽ ടു കമ്പയർ എന്ന് പറയും, താരതമ്യം ചെയ്യാം. ഒരിക്കലും തന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, തൂക്കി നോക്കാൻ പറ്റില്ല. സൗഹൃദത്തിൻ്റെ വലിപ്പം നമുക്ക് അളന്ന് നോക്കാൻ പറ്റില്ല. പിന്നെയോ ധർത്തി കി തോ ഹേ ക്യാ ബിസാത്ത് ആ ജായേ അഗർ വൈകുണ്ഠഹാത്ത്. വൈകുണ്ഠ് എന്ന് പറഞ്ഞാൽ സ്വർഗലോകാണ്. വൈകുണ്ഠം എന്ന് പറയും അല്ലേ. സാക്ഷാൽ ഭഗവാന്റെ വാസസ്ഥാനമാണ് വൈകുണ്ഠം. അപ്പോൾ ധർത്തി കി തോ ഹേ ക്യാ ബിസാത്ത്. ബിസാത്ത് എന്ന് പറഞ്ഞാൽ ഹസ്തി, ശക്തി, സാമർഥ്യ, കപ്പാസിറ്റി എന്ന് പറയും. അപ്പോൾ ഈ ഭൂമിക്ക് അല്ലെങ്കിൽ വെറും ഒരു മണ്ണിന് അല്ലേ, ധർത്തി കി തോ ഹേ ക്യാ ബിസാത്ത്, അതിന് എന്താണ് ശക്തിയുള്ളത് എന്ന് പറഞ്ഞാൽ ഇവർ രാജ്യത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പറയാണ് ആ ജായേ അഗർ വൈകുണ്ഠഹാത്ത്, കേവലം വൈകുണ്ഠം അല്ലെങ്കിൽ സ്വർഗലോകം തന്നാൽ പോലും ഞാനത് ഉപേക്ഷിക്കും. ഓക്കെ, ഉസ്കോ ഭി ന്യോച്ചാവർ കർദൂം. ന്യോച്ചാവർ കർണ എന്ന് പറഞ്ഞാൽ അർപ്പിത് കർണ, കുർബാൻ കർണ, സാക്രിഫൈസ്. എനിക്ക് എന്താണോ ലഭിക്കുന്നത്, നന്മ ലഭിക്കുന്നത്, അത് ഞാൻ എൻ്റെ സുഹൃത്തായ ദുര്യോധനന് കൊടുക്കാൻ തയ്യാറാണ്. ധർത്തി കി തോ ഹേ ക്യാ ബിസാത്ത് ആഗ് ജായേ അഗർ വൈകുണ്ഠഹാത്ത് ഉസ്കോ ഭി ന്യോച്ചാവർ കർദൂം. ഉസ്കോ ഭി ന്യോച്ചാവർ കർദൂ എന്ന് പറഞ്ഞാൽ അതിനെ കൂടെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നാണ് ഇവിടെ. സുഹൃത്തിന് നൽകാം എന്നല്ല, ഇവിടെ സുഹൃത്തിന് വേണ്ടി ഞാൻ ആ വൈകുണ്ഠം അല്ലെങ്കിൽ എനിക്ക് സ്വർഗലോകം തന്നാൽ പോലും ഞാനത് ഉപേക്ഷിക്കാൻ തയ്യാറാണ്. കുരുപതി കെ ചരണോ പർ ധർദൂം. ഞാൻ എൻ്റെ ജീവൻ കുരുപതി എന്ന് പറഞ്ഞാൽ കൗരവന്മാരുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ അല്ലേ, അതായത് ദുര്യോധനൻ. ആ കുരുപതിയുടെ, കൗരവന്മാരുടെ ജ്യേഷ്ഠനായ ജ്യേഷ്ഠ സഹോദരൻ്റെ ചരണോ പർ ധർദൂ, അദ്ദേഹത്തിൻ്റെ ചരണങ്ങളിൽ, കാൽപാദങ്ങളിൽ ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ വരില്ല എന്നാണ് കർണൻ കൃഷ്ണനോട് പറയുന്നത്. ഓക്കെ, ഇത്രയും മക്കൾ നന്നായി വായിച്ച് പഠിക്കുക. ആദ്യത്തെ 8 വരി നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കാനുള്ളതാണ്. ഓക്കെ, നമഃ ശിവായ.